ദൈവം പൂർണ്ണമായിട്ട് തള്ളിക്കളയാണ് അഹസ്യായെ. തള്ളിക്കളയാൻ കാരണം എന്താണെന്നറിയോ? അവന് ദൈവത്തെ ആവശ്യമില്ല. ജീവിതത്തിൽ ദൈവത്തെ ആവശ്യമില്ല എന്ന മനോഭാവത്തോട് ജീവിക്കുന്നവരുണ്ട്. നിന്റെ രോഗത്തിലും നിന്റെ തകർച്ചയിലും നിന്റെ പ്രതിസന്ധികളിലും ഒക്കെ നിനക്ക് ദൈവത്തെ വേണ്ടാത്ത ഒരു മനോഭാവമാണെങ്കിൽ ദൈവം നിന്നെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കും. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിസന്ധികളിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തിയാണോ എന്ന് ആത്മശോധന ചെയ്യുക. നിന്റെ തകർച്ചയിൽ, നിന്റെ വലിയ പ്രയാസങ്ങളിൽ, നിന്റെ കഷ്ടതയിൽ സങ്കീർത്തനത്തിന്റെ പുസ്തകം 107 അധ്യായം മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. നിന്റെ ഞെരുക്കങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തിലാണോ അതോ മനുഷ്യരിലാണല്ലോ അതോ ഈ ലോകത്തിലെ ഏതെങ്കിലും വ്യക്തികളിലോ മറ്റു വിശ്വാസങ്ങളിലാണോ നീ ആശ്രയിക്കുന്നത് പരിശോധിക്കുക. രാജാക്കന്മാരുടെ 2 പുസ്തകത്തിൽ അഹസ്യ എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. ആഹാബ് രാജാവിന്റെ മകനാണ്. ആ അഹസ്യ സമരിയായിൽ വെച്ച് മട്ടുപ്പാവിൽ നിന്ന് വീണ് കിടപ്പിലായി. താൻ സുഖം പ്രാപിക്കുവോ രോഗശൈലിയിൽ നിന്ന് എഴുന്നേൽക്കുവോ എന്നറിയാൻ വേണ്ടി വിജാതീയ വിഗ്രഹമായ എക്രോണിലെ ദേവനായ ബാൽസബൂലിന്റെ അടുത്തേക്ക് ആളയച്ച് അന്വേഷിച്ചു. അപ്പോൾ വിജാതീയ ദൈവത്തോട്, വിഗ്രഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ രക്ഷപ്പെടുമെന്നറിയാൻ. ഇത് കണ്ട് വേദനയോടുകൂടിയാണ് ദൈവമായ കർത്താവ് ഏലിയായിലൂടെ ഈ അഹസ്യയുടെ അടുക്കിലേക്ക് വന്ന് ചോദിക്കുന്നത്, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോൺ ദേവനായ ബാൽസബൂബിനെ സമീപിക്കുന്നത്? കർത്താവ് വിളിച്ചിരിക്കുന്നു, രോഗശൈലിയിൽ നിന്നും നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. ദൈവം പൂർണ്ണമായിട്ട് തള്ളിക്കളയാണ് അഹസ്യായെ. തള്ളിക്കളയാൻ കാരണം എന്താണെന്നറിയോ? അവന് ദൈവത്തെ ആവശ്യമില്ല. ജീവിതത്തിൽ ദൈവത്തെ ആവശ്യമില്ല എന്ന മനോഭാവത്തോട് ജീവിക്കുന്നവരുണ്ട്. നിന്റെ രോഗത്തിലും നിന്റെ തകർച്ചയിലും നിന്റെ പ്രതിസന്ധികളിലും ഒക്കെ നിനക്ക് ദൈവത്തെ വേണ്ടാത്ത ഒരു മനോഭാവമാണെങ്കിൽ ദൈവം നിന്നെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കും. കർത്താവ് അവനോട് പറയാണ്, അതായത് ഏലിയായിലൂടെ അഹസ്യായിട്ട് പറയാണ്, നീ എഴുന്നേൽക്കുകയില്ല. ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് ഈ അഹസ്യയുടെ തകർച്ചയ്ക്ക് കാരണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൻ അന്വേഷിക്കുന്നത് ബേൽസബൂബിനെയാണ്. അവന്റെ മനസ്സിൽ അതാണ് ഏറ്റവും വലുത്. ദൈവത്തിന്റെ ശക്തിയോ, മർക്കോസിന്റെ സുവിശേഷം 12:24, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ നീ തിരിച്ചറിയണം. തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നിനക്ക് തെറ്റുപറ്റുന്നത്. ഈ ദൈവിക ശക്തി തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇന്ന് രോഗം വരുമ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാത്തത്. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കാത്തത്. പ്രതിസന്ധികൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ. അതായത് ഈ മോശ അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കാരണം വലിയൊരു പ്രതിസന്ധിയുടെ സമയത്ത് ആ പ്രതിസന്ധിയിൽ എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ട് തിരിച്ചറിയാണ് ദൈവം ഇടപെടുന്നത്. അപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല പ്രാർത്ഥിക്കേണ്ടത്. മനമുരുകി കണ്ണുനീരോടെ മുട്ടുനിന്ന് ത്യാഗത്തോടെ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നിനക്ക് വെളിപ്പെടുന്നത് ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അതല്ലേ, ഒരു 3 വർഷവും 6 മാസവും മഴ പെയ്യാതിരുന്ന് അങ്ങനെ ഒരു അന്തരീക്ഷത്തിനാണ് ഏലിയ ബലിയർപ്പിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഒരു ദിവസം മുഴുവൻ വളരെയധികം തീഷ്ണതയോടുകൂടി ബാലിന്റെയും അക്ഷേരയുടെയും പുരോഹിതന്മാർ ഉറഞ്ഞു തുള്ളി ദേഹത്ത് ചോര വീഴ്ത്തി മുറിവുണ്ടാക്കി സ്തുതിച്ചിട്ടും ആരാധിച്ചിട്ടും ബാല് പ്രത്യക്ഷപ്പെടുന്നില്ല. അപ്പോൾ ഏലിയ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് കരങ്ങൾ ഉയർത്തിയതേ ഉള്ളൂ. കരങ്ങൾ ഉയർത്തിയപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു. ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി അതൊക്കെ ദഹിപ്പിച്ചു കളഞ്ഞു. പിന്നീട് ഏലിയ മഴ പെയ്യാത്തൊരു അന്തരീക്ഷത്തിന് മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. നിലവിളി ഹൃദയം തുറന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുകയാണ് കൈ മേഘം പോലെ മേഘം രൂപപ്പെടുന്നു, അത് വലിയതായിട്ട് മാറുന്നു, വലിയൊരു മഴ രൂപപ്പെടുന്നു. പ്രാർത്ഥനയുടെ ശക്തിയാണ്. നിനക്ക് മുമ്പിൽ അടഞ്ഞു പോകുന്ന അനേകം വഴികളുണ്ടാകാം. നിസ്സഹായമായിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാം. പ്രതിസന്ധികൾ മല പോലെ നിൽക്കുന്ന സമയം ഉണ്ടാകാം. നീ ജീവിക്കുന്ന ദൈവത്തെ ഹൃദയം തുറന്ന് വിളിച്ചാൽ ദൈവം ഇടപെട്ടിരിക്കും. നീ ഉറച്ചു വിശ്വസിക്കണം. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ആരുടെ അടുക്കലേക്കാണ് പോകുന്നതെന്ന് പരിശോധിക്കും. പ്രതിസന്ധി ഉണ്ടായപ്പോൾ ജനം മുഴുവൻ പോയത് ബാലിന്റെ അടുക്കലേക്കാണ്. പക്ഷെ അവിടെ പ്രശ്നം മാറുന്നില്ല. നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ പല ആളുകളുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ പല വഴികൾ അന്വേഷിക്കാറുണ്ട്.
ഒരുപക്ഷെ നീ അന്വേഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വഴി ജീവിക്കുന്ന ദൈവത്തെയാണ്. അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരും മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുമുണ്ട്. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നവരുണ്ട്, മനുഷ്യരുടെ അടുക്കലേക്ക് പോകുന്നവരുണ്ട്. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുണ്ട്. ആത്മശോധന ചെയ്യുക. നിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്ന് നിന്റെ ഹൃദയത്തിൽ ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ കർത്താവ് ഇടപെട്ടിരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.